നമസ്കാരം. തുലാം രാശിയിൽപ്പെട്ട ചിത്തിരയുടെ പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗമാണ്. മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് 9ലേക്ക് ഗോചരം ചെയ്യുന്നത്. 9ലേക്ക് സംക്രമിക്കുന്ന ഈ വ്യാഴം എന്ന് പറയുന്നത് 10ൽ വ്യാഴം സംക്രമിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പൊ കർമ്മരംഗത്ത് എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ സമയത്ത് എന്ന് പറയുന്നത്. തുലാം രാശിക്കാരായ ആളുകൾക്ക് സ്ഥാനമാറ്റം, സ്ഥലമാറ്റം ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. ഇവർക്ക് അത് ലഭ്യമാകാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ. സ്ഥലമാറ്റമൊക്കെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടുന്നില്ല എന്ന് വരുന്നവർക്ക് അത് ലഭിക്കുന്ന ഒരു കാലമാണ്. കർമ്മരംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളുമൊക്കെ കർമ്മരംഗത്ത് ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾ ചിലപ്പോൾ ശമ്പള വർധനവൊക്കെ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കാം. ചിലവർ വിചാരിച്ച സ്ഥലത്തേക്ക് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിച്ചവർക്ക് അതുമൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. അങ്ങനെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാലമാണ് ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഒക്കെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക്, വാക്ക് വാണി ഇതുകൊണ്ടൊക്കെ ഉപജീവനം കഴിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് അധ്യാപന രംഗത്തൊക്കെയുള്ള ആളുകൾക്ക് ട്യൂട്ടോറിയൽ പോലെയുള്ള കോളേജുകളോ സ്കൂളുകളൊക്കെ നടത്തുന്ന മേലധികാരികൾക്കൊക്കെ നല്ല ഒരു ഗുണാനുഭവങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരാം. ഇന്റർവ്യൂകളും മത്സര പരീക്ഷകളിലും ഒക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ തടസ്സങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ തടസ്സങ്ങൾ കുറേശ്ശെയായിട്ട് മാറി ഈ 2026 വർഷത്തിന്റെ മധ്യത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചേരാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറയുന്നതും ശത്രുദോഷം കുറയുന്നതാണ്. പിതൃക്കളുടെ സ്വത്ത് സ്വന്തമായിട്ട് കൈവശം വയ്ക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പിതൃസ്വത്ത് അനുഭവയോഗ്യമാകാനോ ഒക്കെയുള്ള കാലഘട്ടമാണ് കാണുന്നത്. പൊതുവില് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഗുണാധിക്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ തുലാം രാശിക്കാർക്ക്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ധനാഗമനം വന്നു പെടാനും, അതുപോലെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി ആ ബിസിനസ്സിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്ന് തന്നെ ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ സ്രോതസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം വന്നു ചേരാനും, നല്ല ക്ഷമയും ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും, അതുപോലെ തന്നെ അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശനി 6ൽ സഞ്ചരിക്കുന്ന കാലമാണ്. കൂടുതൽ ഗുണാനുഭവങ്ങളൊക്കെ ശനിയുടെ ഗുണം കൊണ്ടും വ്യാഴത്തിന്റെ ഗുണം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കുടുംബത്തില് പൊതുവെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധന സ്രോതസ്സുകൾ തുറന്നു വരുമ്പോൾ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ രാശിക്കാർക്ക്.